നമസ്കാരം. അക്രമ സമാധാനം ഭദ്രം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ ഇന്ന് LDF യോഗം ചേർന്നു. പോലീസ് നയം, ക്രമസമാധാന നില, ലോ അക്കാദമി സമരം, വിവരാവകാശ നിയമം തുടങ്ങി തർക്കങ്ങൾ പലതാണല്ലോ. പരസ്പര സ്നേഹത്തോടെ പിണക്കവും പരിഭവവുമെല്ലാം പറഞ്ഞു തീർത്തു. ശേഷിക്കുന്നത് തീർക്കാൻ ഉഭയകക്ഷി ചർച്ചയും നടത്തും. അങ്ങനെ നല്ല അന്തരീക്ഷത്തിൽ പിരിഞ്ഞ LDF നേതാക്കളെ വീണ്ടും തെറ്റിക്കാൻ AKG സെൻറ്ററിന് മുന്നിൽ ഒരു ആക്ഷൻ ഹീറോ കുടിയനെത്തി. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയല്ലോ കനവാകെ. പകലിൻ്റെ മടിയിൽ മിഴി തുറന്ന രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂവുന്ന വിളക്കും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നേ തന്നാനേ തന്നേ, താനേ തന്നേ തന്നാനേ തന്നേ. താനേ തന്നേ തന്നാനേ തന്നേ, താനേ തന്നേ തന്നാനേ തന്നേ. ഹലോ, നൈസ് മീറ്റ് യു മൈ ബോയ്. മോനെ നീ പോ സവാരി കിരികിരി. നമ്മള് കൊറേ കണ്ടിട്ടുണ്ട് പോലീസിനെ. തൊട്ടാ തലയിലാവും, അതുകൊണ്ടാ ഞങ്ങൾ ആരും ചെല്ലാത്ത. തല്ലിച്ചു തന്നെ, നോ പ്രോബ്ലം. മൂന്നാം മുറ പ്രയോഗിച്ചോ, മൂന്നാം മുറ. ആ ചോറിനങ്ങ് കുറച്ചടാ. എന്തിനാ പോലീസാ കണ്ടോ? കുതിരകളി. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് വീണ്ടും ഒരു രാഷ്ട്രീയ തർക്കം. ചലച്ചിത്ര താരം ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ് പതിവ് രാഷ്ട്രീയ തർക്കം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കേരളത്തെ ഞെട്ടിച്ച സംഭവം ഭരണകക്ഷിയെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ക്രമസമാധാന നിലയാകട്ടെ ഭദ്രവും. പ്രതിപക്ഷത്തിനാകട്ടെ ക്രമസമാധാന തകർച്ചയുടെ ഉദാഹരണമാണിത്. സ്ത്രീ സുരക്ഷ മുദ്രാവാക്യമായി വോട്ട് തേടുന്നവർ രാഷ്ട്രീയം മാറ്റി നിർത്തി കടുത്ത നടപടികളുമായി രംഗത്തു വരണം. അല്ലെങ്കിൽ കേരളം സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്ന ഖ്യാതിയാവും നാം നേടുക. കേരളത്തിൽ അനുദിനം ക്രമസമാധാന നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു പ്രശസ്ത സിനിമാ താരത്തിനുണ്ടായ സംഭവം. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം വളർന്നു വരുന്നു എന്നാണ്. കൊച്ചിയിലുണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു സിനിമാ നടിക്ക് അവരെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വളരെ ശക്തമായി ഇടപെടുകയും
അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ തന്നെ പിടികൂടാൻ കഴിഞ്ഞത്. ഗവൺമെൻറ്റിനെ പാർട്ടി സെക്രട്ടറിക്ക് സംരക്ഷിക്കേണ്ടി വരാം, പക്ഷേ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് ശരിയല്ല. കേരളമൊട്ടാകെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടില്ല എന്ന് നടിക്കരുത്. ഈ ഒറ്റപ്പെട്ടൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി ക്രമസമാധാന തകർച്ച എന്ന് പ്രചരിപ്പിക്കുന്ന UDF അവരുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ ഭദ്രമായൊരു ക്രമസമാധാനമാണ് ഉള്ളത് എന്ന കാര്യം അവർക്ക് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കുട്ടികളെ കോളേജിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് ആളുകൾ തീ കൊളുത്തുന്നു, സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു, കൊട്ടേഷൻ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. ഇതൊക്കെ കണ്ടിട്ടും കേരളത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വാദം ജനങ്ങൾ വളരെ വളരെ ഹാസ്യത്തോടു കൂടിയാണ് കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് സ്ഥാപിക്കാൻ, ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്ത് പ്രതിപക്ഷ നേതാവായിട്ട് തനിക്കാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം കോടിയേരി ബാലകൃഷ്ണൻ്റെ മനസ്സമാധാനമാണ് തകർന്നിട്ടുള്ളത്. അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹം കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നാണ് എൻ്റെ സംശയം. ഹരിപ്പാട്ടെ ക്രമസമാധാന നിലയിൽ ആശങ്കാകുലനായി മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വന്തം നാട്ടിൽ സത്യാഗ്രഹം തുടങ്ങിയ ദിവസമാണ് കൊച്ചിയിലെ ആക്രമണ സംഭവവും. പിണറായിയുടെ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കിട്ടുന്ന അവസരം ചെന്നിത്തല വിട്ടുകളയേണ്ടതില്ല. പെരുമ്പാവൂരിലെ കൊലപാതക കേസിനെ തുടർന്ന് മന്ത്രിയായിരിക്കെ ചെന്നിത്തല കുരിശിലേറ്റപ്പെട്ടതുമാണ്. ഈ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ മാറ്റിവെച്ച് ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധമുണ്ടാക്കാൻ ഗുണ്ടാരാജിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ട് എന്ന സന്ദേശം എന്നാണ് രാഷ്ട്രീയ കക്ഷികൾ നൽകുക. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികൾ വെള്ളം ഒളിച്ചു പോയി. ഇത് വാർത്ത ഞങ്ങൾ ജീവി മാർഗല്ലേ, അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. വൈഷ്ണവജന തോ തേരെ തകിയേ, വൈഷ്ണവജന തോ തേരെ തകിയേ. അദ്ദേഹം ഓരോ ദിവസം ഓരോ പ്രസ്താവനകളും സമരങ്ങളുമായി പുറപ്പെട്ടിരിക്കുന്നത്. അതൊന്നും അദ്ദേഹത്തിൻ്റെ UDFൻ്റെ ഭരണകാലത്തെക്കുറിച്ച് ഓർക്കുന്ന ആരും അവരുടെ പ്രചരണം കേരളത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. ഗവൺമെൻറ്റിനെ കൊണ്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം സമരം ചെയ്യുന്നവരെ കളിയാക്കിയിട്ട് എന്താ കാര്യം? ആ ദിവസം സംഭവമുണ്ടായി. മണിക്കൂറുകൾ, ഒരു ദിവസം മുഴുവനായി ഈ നഗരത്തിൽ തന്നെ പ്രതി ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു ഇവിടെ പോലീസ്? സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ശ്രമിച്ച CPIM-ന്റെ നേതാക്കന്മാർ ഇവിടെ മറുപടി പറയണം. ഭരണത്തിൻ്റെ ഭാഗമാകുമ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ ശ്രദ്ധ വയ്ക്കുന്ന CPI പതിവ് പോലെ പോലീസിനെ ഉപദേശിച്ച് കർത്തവ്യ നിരതരായി. രാഷ്ട്രീയ ഗുണ്ടകളെ കൊണ്ട് സർക്കാർ തോറ്റിരിക്കുമ്പോഴാണ് സിനിമാ മേഖലയിലെ ഗുണ്ടകളുടെ വരവ്. കാപ്പയോ കപ്പയോ എന്തു കോപ്പെങ്കിലും ചുമത്തി ഗുണ്ടകളെല്ലാം പിടിച്ചകത്തിടാൻ പിണറായി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിലുണ്ടായിട്ടുള്ള ഞെട്ടിക്കുന്ന അക്രമങ്ങളുടെ സത്യസന്ധമായ ഡീറ്റെയിൽസ് ആണിത്. സ്ത്രീ സുരക്ഷിതയല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ കാക്കനാട്ടൊക്കെ കഴിഞ്ഞ നാളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചില കേസുകളുണ്ട്. ഇപ്പോൾ സദാചാര ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തൊരു യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതയല്ല എന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടികളും ആയിട്ട് പോലീസ് മുന്നോട്ട് പോകണം. 300-ലേറെ കൊലപാതകങ്ങൾ, 2000-ലേറെ ആത്മഹത്യകൾ, 3000-ലേറെ ആത്മഹത്യാ ശ്രമങ്ങൾ, അക്രമങ്ങളിൽ അംഗമംഗം വന്നവർ 6000-ലേറെ. എന്നിട്ടോ ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 12 പേർ. വ്യക്തമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാതെ രക്ഷപ്പെട്ടവർ 650-ലേറെ. ഇനിയും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ 100-ലേറെ. ഇതൊക്കെ ആ അവറാച്ചനും അതിനു മുമ്പ് പ്രതിപക്ഷവും ഭരിച്ചിരുന്നപ്പോഴാ.
കേരളം പോലൊരു സംസ്ഥാനത്ത് എല്ലാവർക്കും നിർഭയം സഞ്ചരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകും. ആ സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത്. അതിനിടയിൽ ഇതുപോലെ അധോലോക സംഘങ്ങൾ വിലസുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അത് നമുക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. ഒരു സിനിമാ നടി, നാട്ടിലെല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ, അവർക്ക് ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ വെച്ച് ഇതാണ് സംഭവമെങ്കിൽ സാധാരണക്കാരുടെ ഗതി എന്തായിരിക്കും? മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ആവശ്യം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനല്ലേ? പഴയ കാലത്തിൻ്റെ ബീജം ഇപ്പോഴും പലയിടത്തുണ്ട്. അത് നമ്മുടെ പോലീസിൽ ചിലരെ കൂടി ബാധിച്ചു എന്നൊരു സംശയമുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഒരു വിഭാഗം പഴയ കാലത്തെ പോലെ ഇപ്പോഴും കളിക്കുക. അവർ ഭരണം മാറിയതുപോലും അറിയുന്നില്ല എന്നുള്ളൊരു ഭാവം അവർക്ക്. ഈ നാട് നന്നാവണമെങ്കിൽ, ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പാക്കിയേ പറ്റൂ. താൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ തനിക്ക് മുൻപരിചയം ഇല്ലാത്തോണ്ട് തോന്നുന്നു മണ്ടത്തര. കേരളം എന്ന് പറയുന്ന അധോലോകമാകാൻ പറ്റില്ലല്ലോ. പലപ്പോഴും എന്താ ഉണ്ടാകുന്നത്, പോലീസ് FIR മാറ്റി എഴുതും, ആ പോലീസുകാർ രക്ഷപ്പെട്ടു പോവുക. രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ നീതി ലഭിക്കേണ്ടത് നീതിക്ക് പകരം അനീതിയാവുകയും ഇവിടെ ചിലർ രക്ഷപ്പെടുകയും ചെയ്യുന്ന സമീപനം ഉണ്ടാകാൻ പാടില്ല. നീ പറയണേൽ കാര്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കൊരു കാര്യം അറിയില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ. ജിഷ്ണുവിൻ്റെ ആത്മഹത്യയാകട്ടെ, ഇത്തരം അക്രമ സംഭവങ്ങളാകട്ടെ, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഭരണാധിപൻ്റെ ഉറച്ച ശബ്ദം ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും സുരക്ഷിതത്വ ബോധവും ചെറുതല്ല. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ആശ്വസിപ്പിക്കണം എന്ന് മകൻ നഷ്ടമായ ഒരു അമ്മ ആഗ്രഹിക്കുന്നതിനെ കുറ്റപ്പെടുത്താനാവില്ല. അവിടെയൊക്കെ VS ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി എടുത്തണിഞ്ഞ ആ ജനകീയൻ്റെ വേഷമുണ്ടല്ലോ, അത് വീണ്ടും അണിഞ്ഞ് പിണറായി സാധിക്കുന്നിടത്തൊക്കെ പോകണം, ജനങ്ങളോട് സംസാരിക്കണം. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. കണ്ണൂരിൽ K. സുധാകരൻ്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ.